പ്രായത്തിന്റെ അപക്വത ജീവിതം തകർത്ത കെണിയിലേക്ക് ഒരു പെൺകുട്ടി കൂടി. മൊബൈൽ പ്രണയത്തിന് പിന്നാലെ കോട്ടയം അയർക്കുന്നം അരിപ്പറമ്പിൽ 15-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായത് അച്ഛന്റെ സുഹൃത്തു കൂടിയായ യുവാവ്. അരിപ്പറമ്പ് സ്വദേശിനിയായ പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. മാലം കുഴീനകത്തരത്തിൽ അജേഷ് ആണ് അറസ്റ്റിലായത്. 40 വയസ്സുണ്ട് ഇയാൾക്ക്. അരിപ്പറമ്പിൽ ടിപ്പർ ഡ്രൈവറായി അജേഷ് ജോലി ചെയ്യുന്ന ഹോളോ ബ്രിക്സ് ഫാക്ടറിക്ക് പിന്നിലെ വാഴത്തോപ്പിലാണ് പെൺകുട്ടിയെ കൊന്ന് കൊഴിച്ചുമൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞതു മുതൽ പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടുകാർ അയർക്കുന്നം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പെൺകുട്ടി അവസാനമായി ഫോൺ ചെയ്തയാളെന്ന നിലയിലാണ് അജേഷിനെ ആദ്യം കസ്റ്റഡിയിലെടുത്തത്. തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ 2ാം ദിവസമാണ് കൊലപാതകം നടത്തിയെന്നും മൃതദേഹം മറവു ചെയ്തുവെന്നുള്ള വിവരം ഇയാൾ വെളിപ്പെടുത്തിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിയെത്തുന്നത്. അപ്പോൾ വീട്ടിൽ പെൺകുട്ടിയുടെ സഹോദരിയും ഭർത്താവും ഉണ്ടായിരുന്നു. പലതവണ ഫോൺ വന്നതായി പെൺകുട്ടിയുടെ സഹോദരിയുടെ ഭർത്താവ് സന്തോഷ് പറഞ്ഞു. വിളിച്ചത് അച്ഛനാണെന്നും അച്ഛൻ ഏൽപ്പിച്ച പണം ആവശ്യപ്പെട്ടതനുസരിച്ച് തിരികെ നൽകാൻ പോവുകയാണെന്നും പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. സംശയം തോന്നിയ വീട്ടുകാർ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വിളിച്ചത് അജേഷ് ആണെന്ന് മനസ്സിലായത്. ഫോണിൽ വിളിച്ചിട്ട് എടുക്കാതിരുന്ന അജേഷ് ഇവരെ തിരിച്ചു വിളിച്ചു. പെൺകുട്ടി തന്റെ അടുക്കൽ ഇല്ലെന്ന് പറഞ്ഞ് കയർത്തു സംസാരിച്ചു. തുടർന്നാണ് വീട്ടുകാർ പരാതി നൽകിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ ഒരു ദിവസം മുഴുവൻ അജേഷ് പിടിച്ചുനിന്നു. തുടർന്ന് ക്രൂരമായ കൊലയുടെ വിവരം പറഞ്ഞ അജേഷ് കുഴിച്ചിട്ട സ്ഥലവും കാണിച്ചു കൊടുത്തു. തെളിവ് നശിപ്പിക്കാനായി സിം കാർഡ് കടിച്ചു മുറിച്ചു കളഞ്ഞിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയതാണ് അജേഷ്. ഈ ബന്ധത്തിൽ കുട്ടികളുമുണ്ട്. 2 ആഴ്ച മുൻപ് മറ്റൊരു സ്ത്രീയുമായി അജേഷ് പഞ്ചായത്ത് ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയിരുന്നു. ഭാര്യയ്ക്ക് അസുഖമാണെന്നും ചികിത്സയ്ക്ക് വേണ്ടി വിവാഹ സർട്ടിഫിക്കറ്റ് വേണമെന്നുമായിരുന്നു ആവശ്യം. മതിയായ രേഖകളില്ലാത്തതിനാൽ സർട്ടിഫിക്കറ്റ് നൽകിയില്ല. ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റിനോട് ചേർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഒരു മുറിയിലാണ് ഇയാളും താമസിച്ചിരുന്നത്. തൊഴിലാളികളെല്ലാം ജോലിക്ക് പോയിരുന്നതിനാൽ കൊലപാതകം ആരും അറിഞ്ഞില്ല. ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടും സംഭവ സ്ഥലത്ത് പോലീസ് എത്തിച്ചപ്പോൾ നിസ്സംഗഭാവത്തിലായിരുന്നു അജേഷ്. പോലീസ് ജീപ്പിൽ നിന്നിറക്കി മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം ചൂണ്ടിക്കാട്ടാൻ ആവശ്യപ്പെട്ടു. തിട്ടയുടെ മുകളിലെത്തി മൃതദേഹം കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. തിട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അരികുവശം വഴി ഇറക്കി മൃതദേഹത്തിനരികിൽ എത്തിച്ചപ്പോഴും ഭാവഭേദങ്ങളൊന്നും അജേഷിന്റെ മുഖത്തില്ലായിരുന്നു. മൃതദേഹം കുഴിച്ചു പുറത്തെടുക്കുന്നതും അജേഷ് നോക്കി നിന്നു. വ്യാഴാഴ്ച പെൺകുട്ടിയെ അനുനയിപ്പിച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. ഹോളോ ബ്രിക്സ് കമ്പനിയിൽ എത്തിച്ച ശേഷം പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടി എതിർത്തു. ഇതിന്റെ ദേഷ്യത്തിൽ കുട്ടിയെ ഇയാൾ കൊല്ലുകയായിരുന്നു. കമ്പനിക്കു പിന്നിൽ വാഴത്തോപ്പിലാണ് മൃതദേഹം കുഴിച്ചുമൂടിയത്. വെള്ളിയാഴ്ച പതിവ് പോലെ അജേഷ് ലോറി ഓടിക്കാനും പോയി. പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു ഫോൺ വിളി പട്ടികയിൽ നിന്ന് അജേഷുമായുള്ള ബന്ധം പോലീസിന് മനസ്സിലായത്. തുടർന്നായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ലൈംഗിക പീഡനം എതിർത്തതിനാണ് പ്രതി പെൺകുട്ടിയെ കൊന്നുകുഴിച്ചുമൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടിയുടെ അച്ഛന്റെ സുഹൃത്താണ് പ്രതി. വീട്ടിലെത്തി പെൺകുട്ടിയുമായി പരിചയം സ്ഥാപിച്ച ഇയാൾ കുട്ടിക്ക് സ്വന്തം മൊബൈൽ നമ്പർ കൈമാറിയിരുന്നു. മൊബൈൽ പ്രണയത്തിനൊടുവിലാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും കൊന്നതും. പെൺകുട്ടിയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയാണ് കുഴിച്ചുമൂടിയത്. ഫോറൻസിക് വിദഗ്ധർ തെളിവുകൾ ശേഖരിച്ചു. ASP രീഷ്മ രമേശൻ, കോട്ടയം DYSP R ശ്രീകുമാർ, കാഞ്ഞിരപ്പള്ളി DYSP S മധുസൂദനൻ, ഈസ്റ്റ് CI TR ജിജു, പാമ്പാടി CI U ശ്രീജിത്ത്, അയർക്കുന്നം SI അനൂപ് ജോസ്, മണർക്കാട് SI R വിനോദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കേസിന്റെ അന്വേഷണം. RDO അനിൽ ഉമ്മന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.